എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ടേം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. സബ് കോൺഷ്യസ് ക്യാൻസർ. ഓക്കെ, സബ് കോൺഷ്യസ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഈ പ്രശ്നങ്ങൾക്കും ഓക്കെ നമ്മൾ പ്രതികരിക്കാതെ വെറും നട്ടിൽ വളഞ്ഞ എലികളായിരിക്കുന്നതും ഈ പറയുന്ന മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുന്നതും നമ്മൾ ഈ പറയുന്ന സിനിമാ നടന്മാരെ എല്ലാം തലവെച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരെല്ലാം തലവെച്ച് കിടക്കുന്നു, ഇതെല്ലാം സബ് കോൺഷ്യസ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രൈമറി തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും ആരുടെയൊക്കെയോ ആരാധന കഥാപാത്രമായി. നമ്മളെ വലിയ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ആരുടെയൊക്കെയോ ആരാധന കഥാപാത്രമായി. ഒരിക്കലും ഞാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, എന്റെ ആരാധനയെല്ലാം ഈ ഒരു ബോഡി, ഈ ഒരു ശരീരം, ഈ ഒരു ക്യാരക്ടർ ഇത് തന്നെയാണ്. എന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ സുപ്പീരിയർ ആയിട്ടുള്ള ആള് ഞാൻ തന്നെയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ സിനിമാ നടന്മാർ, ഈ പറയുന്ന പാർട്ടി പൊളിറ്റീഷ്യൻസ്, അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കാർ, ഇവരുടെ എല്ലാവരെയും വലിയ ആനക്കാര്യമായിട്ട് കാണുന്നു. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്നു. ഓക്കെ, പക്ഷേ അവർ തന്നെ ആയിരുന്നു നിങ്ങൾ ആ ഒരു കുഴിയിൽ കൊണ്ട് ചാടിക്കാനുള്ള ഒരു സബ് കോൺഷ്യസ് ക്യാൻസർ വളർത്തിക്കൊണ്ടുവന്ന വെച്ച ആൾക്കാർ. ഓക്കെ, നിങ്ങളുടെ തലച്ചോറിലെ കോൺഷ്യസ് മൈൻഡിനെ ക്യാപ്ചർ ചെയ്ത ആൾക്കാർ. അപ്പൊ അവർ മാധ്യമത്തിൽ എന്തു കാര്യം നിങ്ങൾക്ക് വെപ്പിക്കാം. ഓക്കെ, അതായത് നമ്മൾ സപ്ലൈകോയിലെല്ലാം കാണുന്ന, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം കാണുന്ന കാര്യങ്ങളിലെല്ലാം അവർ എഴുതി വരെയും വെച്ചിരിക്കുന്നു ക്യാൻസർ വരും. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണ്, ക്യാൻസർ വരും. എന്നാൽ പോലും നമ്മളത് മേടിച്ച് കഴിക്കും. കാരണം നമ്മുടെ ഹീറോ പറഞ്ഞു ഇത് മേടിച്ച് കഴിക്കും. പക്ഷെ ഹീറോയിന്റെ മക്കളൊന്നും കഴിക്കില്ല. ഹീറോ നമ്മളോട് പറയും കണ്ണു ചിമ്മാതെ കാണൂ, അല്ലെ, ബിഗ് ബോസും കാര്യങ്ങളെല്ലാം കാണൂ. പക്ഷെ ഹീറോയിന്റെ വീട്ടുകാർ ആരും ഇത് കാണില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കാണും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണെല്ലാം പോകും, അതോടൊപ്പം തന്നെ ബ്രെയിനിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കയറും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു സമൂഹം, സമസ്ത പ്രപഞ്ചത്തിൽ ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്യാൻസർ വരുത്തുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരുത്തുന്നു, നമ്മുടെ ആൾക്കാരെല്ലാം കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഫോട്ടോസ് ഇത് ഈ രീതിയിൽ വരും. ഓക്കെ, ഇത് AI ജനറേറ്റഡ് വീഡിയോ ആണ്. പക്ഷേ നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം ഭാവിയിൽ വളരെ അശ്ലീല രീതിയിൽ പുറത്തേക്ക് വരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ഈ പറയുന്ന കോടതിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം അപ്പൂമാരാണ്. ഓക്കെ, അവര് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു സൈബർ ആക്രമണമോ വരാൻ പോകുന്നത്. ഓക്കെ, പണമെല്ലാം ഓൾറെഡി പോയി, ബാങ്കർസിൽ പോയി. വിയറ്റ്നാം എല്ലാം 86 മില്യൺ ബാങ്കുകളാണ് നിർത്തിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അതും പൊട്ടിയിരിക്കോടുന്നത്. കാരണം ഫിലിപ്പീനിലെല്ലാം വളരെ വലിയ ശോഭങ്ങളാണ് വരുന്നത്. ഓക്കെ, അതായത് എറണാകുളം അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തെക്കാട്ടും വലിയൊരു സ്ഥലമായിരുന്ന വിയറ്റ്നാം എല്ലാം ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി. അതായത് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പാട്ടക്കരാറ്. ഓക്കെ, അതായത് തകരപ്പാട്ടയുടെ വില പോലും ഇവിടുത്തെ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല, മനുഷ്യർ ചോദിക്കുന്നില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ വില ചോദിച്ചാൽ മാത്രമേ നമുക്ക് വില കിട്ടൂ. ഓക്കെ, അല്ലെങ്കിൽ വെറും പുഴുക്കൾക്ക് ചാവണേൽ ഇപ്പൊ എന്താ പ്രശ്നം? അല്ലെ, ഈ മണ്ണി കിടക്കുന്ന പുഴുക്കൾ ആരെങ്കിലും ചത്ത പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. അത് തന്നെ ഡൽഹിയിലെല്ലാം നടക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഈ കമ്പനി ഒന്നും പൂട്ടിക്കാൻ ആ ഒരു ഗവൺമെന്റോ ഹൈക്കോടതിനോ ഒന്നും സാധിക്കില്ല, അവിടുത്തെ സിനിമാ നടന്മാർക്ക് സാധിക്കില്ല. അപ്പൊ ഇവരെല്ലാം വെറും ഡമ്മികൾ തന്നെയാണ്. ഓക്കെ, അതായത് ഡമ്മി സൂപ്പർ ഹീറോസ്, ഡമ്മി പൊളിറ്റീഷ്യൻസ്, ഡമ്മി കോടതി, ഡമ്മി പോലീസ്. അപ്പൊ അതാണ് കാര്യം. നമ്മളാണ് മാത്രമാണ് ഡമ്മി അല്ലാത്ത ആൾക്കാർ, അതായത് ഇവിടുത്തെ ഈ ജനങ്ങൾ. ഓക്കെ, നമ്മൾ ഡമ്മിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവര് സൂപ്പറായി, പക്ഷെ നമ്മൾ ഡമ്മി അല്ലാതെ പോകുമ്പോൾ അവർ നേരെ താഴ്ത്തു വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റം ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ശരിയാക്കേണ്ടി വരും. ഇതെല്ലാം യോഗയാണ്, അതോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റിയാണ്. ഇതൊന്നും ആർക്കും കണക്ട് ആവില്ല. കണക്ട് ആവുന്ന ആൾക്കാരെല്ലാം ആ ഒരു സന്തോഷം, സമാധാനം, ആരോഗ്യത്തിലേക്ക് ഉയരുന്നതാണ്. അതോടൊപ്പം അടിമയിൽ നിന്നും മാറുന്നതാണ്, സ്വയം ഹീറോ ആവുന്നതാണ്. ഓക്കെ.